ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഏതാണ്ട് 3 ആഴ്ച പിന്നിടുകയാണല്ലോ. ഇതുവരെ 18 ഇതുവരെയുള്ള കണ്ടസ്റ്റൻസിൽ ഇപ്പോൾ 20 പേരുണ്ടായിരുന്നതിൽ 2 പേര് ഓൾറെഡി പുറത്തായി കഴിഞ്ഞു. ഇനി ബാക്കി 18 പേരാണ് ഉള്ളത്. പലരുടെയും മുഖം മൂടികൾ ഇതുവരെ അഴിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ചിലർ ഇപ്പോഴും മുഖത്ത് ആ മാസ്ക് മാറ്റാൻ തയ്യാറായിട്ടില്ല. എന്തായിരുന്നാലും ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വരും. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതുവരെയുള്ള ഈ 18 കണ്ടസ്റ്റൻസിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസാണ് ഞാനിവിടെ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. എൻ്റെ ഈ വിലയിരുത്തലുകൾ എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. അതിൽ വിയോജിപ്പുകളുണ്ടാവാം, അല്ലെങ്കിൽ യോജിപ്പുകളും ഉണ്ടാവാം. എന്തായിരുന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. രേണു സുധി സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയ ഹൈപ്പ് വെച്ച് ഇത്രയും നാൾ നിന്നു. ഇനിയും കുറച്ച് നാൾ കൂടി കണ്ടിന്യൂ ചെയ്യും ചിലപ്പോൾ. കാരണം പുറത്തുള്ള സഹതാപം കുറച്ചും കൂടി മുതലാക്കാൻ സാധിക്കും. അല്ലാതെ ഈ കണ്ടസ്റ്റൻസിന് പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ലാത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തോ ഒരു നിസ്സംഗഭാവം എപ്പോഴും. ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ ഉത്തരം പറയാൻ തന്നെ വല്ലാത്തൊരു മടി കാണിക്കുന്ന പോലെ. ഒട്ടും ബിഗ് ബോസ് മെറ്റീരിയലിന് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് അല്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എത്ര നാളും കൂടി പോകും? മാക്സിമം പോയാൽ ഒരു 2 എപ്പിസോഡ് കൂടി, 2 എപ്പിസോഡ് മീൻസ് 2 ആഴ്ചയും കൂടെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിനിടയിൽ ഇനി വലിയ മാറ്റങ്ങളൊന്നും ഈ കണ്ടസ്റ്റൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. അക്ബർ ബിഗ് ബോസിന് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റാണ്, ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയാം. പക്ഷേ ഇയാളുടെ ഒരു മൈനസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ ആവുന്നു. അതിൻ്റെ ഫലമായിട്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ബേസ്റ്റിംഗ് വരുന്നുണ്ട്. പിന്നെ സ്ത്രീകളോട്, പ്രത്യേകിച്ച് അതിലെ സ്ത്രീ കണ്ടസ്റ്റൻസിനോട് വളരെ മോശമായ രീതിയിൽ പെരുമാറ്റമുണ്ട്. മോശം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഈ വാക്കുകളുടെ പ്രയോഗം, എടി, പോടി, വാടി, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് ഒഴിവാക്കിയാൽ ഇയാൾക്ക് നല്ലൊരു സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. ഇത് പറയുമ്പോൾ തന്നെ ഓർത്തു പോകുന്നത്, നമ്മുടെ തമിഴ് ബിഗ് ബോസ് സീസണിൻ്റെ ഒരു സ്ഥിരം കാഴ്ചക്കാരനായിരുന്നു ഞാൻ. അതിൽ ശ്രീ കമലഹാസൻ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളോട് ഒരു മോശമായ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ആ വീക്കെൻഡിൽ അദ്ദേഹം വന്ന് പറയുന്ന ആ കണക്കിന് കൊടുക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ മലയാളം സീസണിൽ അതിനൊരു ഫ്രീഡം കൊടുത്ത പോലെയാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും അക്ബർ നല്ല സാധ്യതയുള്ള കളിക്കാരനാണ്. പക്ഷേ അയാൾ ഈ കുറവുകൾ കൂടി പരിഹരിച്ചു പോയാൽ അയാൾക്ക് ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കും. അനീഷ് വന്ന ആഴ്ചയിൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മികച്ച ഗെയിമറെന്ന് തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റ്. അദ്ദേഹം വന്ന ആഴ്ചയിൽ തന്നെ പലരെയും അല്ല, നമ്മളെ പബ്ലിക്കിനെ പോലും വെറുപ്പിക്കുന്ന രീതിയിൽ പല സ്ട്രാറ്റജികളും പ്രയോഗിച്ചു. ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതും കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അവരെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക. ഇത് നമ്മളിലും കുറെ പേർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കി. പക്ഷെ അദ്ദേഹം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ട്രാറ്റജി പതുക്കെ മാറ്റി. 3-ാമത്തെ ആഴ്ചയിൽ വന്നപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അയാളുടെ സ്ട്രാറ്റജികളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവാൻ തുടങ്ങി. എക്സാമ്പിൾ, ആ ഡെയർ ടാസ്ക്, അതിൽ അദ്ദേഹം ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ആ ടാസ്കിൽ നിന്ന് മാറാതെ കണ്ടിന്യൂ ചെയ്തത് അയാളുടെ ഒരു മികച്ച ഗെയിമറിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ അത് അകത്തുള്ള കണ്ടസ്റ്റൻസിന് അത് മനസ്സിലായില്ല. അയാളെ വളരെയധികം രൂക്ഷമായിട്ട് അയാളെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അതും അയാളുടെ ഒരു സ്ട്രാറ്റജിയാണ്. കാരണം
അത് നമുക്കിടയിൽ അയാൾക്കൊരു ഒരു പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് അത് ക്രിയേറ്റ് ചെയ്തു. അയാൾക്ക് ആ ഒരൊറ്റ ടാസ്കിൽ നിന്ന് തന്നെ പബ്ലിക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടി. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഏറ്റവും ഇപ്പൊ ഉള്ളതിൽ റാങ്കിങ് കുറയ്ക്കുകയാണെങ്കിൽ ഞാൻ നമ്പർ 1 കൊടുക്കും. കാരണം ഇയാൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായിരുന്നാലും 100% ഷുവർ ലാസ്റ്റ് 5 ഫൈനൽ 5 എത്തിപ്പെടും. പിന്നെ കപ്പെടുക്കുക ഇല്ലയോ എന്നുള്ളത് ആ അപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. എന്തായാലും ഇയാൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഗ്രാഫാണ്. ഇയാളുടെ ഗ്രാഫ് നേരെ കുത്തനെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒനീൽ സാബു ബിഗ് ബോസിൽ വന്നപ്പോൾ മുതലൊരു അത്ര ആക്റ്റീവ് അല്ല എന്ന് തോന്നുമെങ്കിലും അയാൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നല്ല സ്പീഡിൽ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നല്ല ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അയാൾ സംസാരിക്കുന്നത് കൂടുതലും അയാളുടെ ഈസി ടാർഗറ്റ്സിനോടാണ്. ഫോർ എക്സാമ്പിൾ റാണ ഫാത്തിമ അല്ലെങ്കിൽ ബിന്നി സെബാസ്റ്റ്യൻ ഇങ്ങനെയുള്ള ലേഡി കണ്ടസ്റ്റൻസിൻ്റെ അടുത്താണ് കൂടുതൽ ആർഗ്യുമെൻസും അല്ലെങ്കിൽ വഴക്കുകളും ഉണ്ടാവുന്നത്. മെയിൽ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള അതായത് സ്ട്രോങ് എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നവരോടൊക്കെ അയാൾ അത്ര അങ്ങോട്ട് ആർഗ്യുമെൻസിന് പോകുന്നില്ല. അതൊക്കെ അയാൾ ആ ഒരു ഒഴുക്കിനൊത്ത് നീങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്ട്രാറ്റജീസ് അധികം യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. അപ്പാനി ശരത്ത് അങ്കമാലി ഡയറീസ് എന്ന സിനിമയുടെ ഒരൊറ്റ ബാനറിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രശസ്തിയിൽ ആണ് ബിഗ് ബോസിൽ വന്നതെന്ന് തോന്നുന്നു. ബിഗ് ബോസിൽ വന്ന് ആദ്യത്തെ 2 ആഴ്ച, പ്രത്യേകിച്ച് ആദ്യത്തെ ആഴ്ച അനീഷുമായിട്ട് ഭയങ്കര അഗ്രസീവ് മോഡിലായിരുന്നു. അനീഷിനെ ഇടവും ബലവും തിരിയാതെ ചെവിയിൽ പോയി നിന്നിട്ട് ആക്രോശവും ഭീഷണിപ്പെടുത്തലും അല്ലെങ്കിൽ ചീത്ത വിളിക്കലൊക്കെ ആയിരുന്നു. മോഹൻലാൽ വന്ന് 2 തവണ വാൺ ചെയ്തു. ഇപ്പം 3-ാമത്തെ ആഴ്ച വന്നപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ ആഴ്ച ഇടയ്ക്ക് പുള്ളി ഷാനവാസുമായിട്ട് ഒന്ന് തെറ്റിക്കഴിഞ്ഞപ്പോൾ ഷാനവാസിന് പുറത്തുള്ള ഒരു ജനപ്രീതി ഉണ്ടെന്ന് എന്തോ ഊഹിച്ചിട്ട് പിന്നെ ഷാനവാസുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളായി. ഇടയ്ക്ക് ഷാനവാസിൻ്റെ കാല് വരെ പിടിക്കാൻ പോകുന്ന കണ്ടു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു എന്താ പറയുക, ഗെയിമിന് വേണ്ടി ഏത് ലെവലിലും താഴെയും ചെയ്യും പൊങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. പുറത്തുള്ള കുറച്ച് വോട്ടിൻ്റെ ബലത്തിൽ അങ്ങനെ കുറച്ച് നാളും അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ചയും കൂടെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദീർഘമായൊരു ഭാവിയൊന്നും ഈ കണ്ടസ്റ്റൻറ്റിൽ കാണുന്നില്ല. ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ ആർഗ്യുമെൻസോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇവർ 2 പേരിൽ നിന്നും. പിന്നെ ഇവർക്ക് ആദിലയ്ക്ക് കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഹൗസിൻ്റെ അകത്ത് അവർ മൊത്തത്തിൽ ഒരു അക്സെപ്റ്റൻസ് ഹൗസ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ നേടിയെടുത്തിട്ടുണ്ട്. അത് കാരണം തന്നെ ബാക്കിയുള്ളവർ ഇവരെ അധികം ടാർഗറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതുമാത്രം പോരല്ലോ, പുറത്തുള്ള പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ടും കൂടി വേണമല്ലോ ഇവർക്ക്. അപ്പോൾ ഇവരായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ കണ്ടൻസോ അല്ലെങ്കിൽ ആർഗ്യുമെൻസിലൊക്കെ സ്ട്രോങ് ആയിട്ട് പോയിൻറ്റ്സ് വയ്ക്കലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് വലിയ ഭാവി കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി കുറച്ച് കഴിയുമ്പോൾ പതിയെ വാനിഷ് ആവും. ബിന്നി സെബാസ്റ്റ്യൻ ഡോക്ടറാണ്. അവർ ബിഗ് ബോസിൽ വന്നിട്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ ഒനീൽ സാബുമായിട്ട് ഭയങ്കര ഒരു ഫൈറ്റ് വന്നു കിച്ചണിൽ. അപ്പോൾ ആ ഫൈറ്റിനിടയിൽ അവർ തമ്മിൽ ചില വേർഡ്സ് ഓഫ് എക്സ്ചേഞ്ചൊക്കെ ഉണ്ടായി. പക്ഷേ ആ ഒരു വെഞ്ചൻസ് അവർക്ക് ഇപ്പോഴും ഉള്ള പോലെ, സാബുവിൻ്റെ അടുത്തുള്ള പോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം എപ്പോഴൊക്കെ ഈ നോമിനേഷൻ ഇത് വരുമ്പോഴും ചാൻസ് വരുമ്പോഴും അവർ ഒനീലിനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2-3 തവണ ശ്രദ്ധിച്ചപ്പോഴും. പിന്നെ ബിന്നി സെബാസ്റ്റ്യൻ്റെ വേറൊരു മൈനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആർഗ്യുമെൻസിന് അധികം ഇട നിൽക്കുന്നില്ല. അതായത് അങ്ങോട്ട് അവരധികം എത്തിപ്പെടുന്നില്ല. അവരൊരു ഡോക്ടറായതുകൊണ്ട് അവർ സംഭാഷണങ്ങളും അതുപോലെ വളരെ സൂക്ഷിച്ചാണ് പ്രയോഗിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ എത്ര നാൾ നമുക്ക് പോകാൻ പറ്റും? നമ്മൾ
ഒരു 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 കണ്ടൻറ്റ് ഉണ്ടാക്കുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ആർഗ്യൂ ചെയ്യണം. അപ്പോൾ ചിലപ്പം നമുക്ക് കുറച്ച് അബ്യൂസീവ് വേർഡ്സ് അല്ലാതെ കുറച്ച്, അല്ലെങ്കിൽ പോലും നമ്മൾ കുറച്ച് ഷൗട്ട് ചെയ്തൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് കണ്ടൻസ് ഉണ്ടാക്കുന്നത് ബിഗ് ബോസിൽ. പക്ഷേ അതിനൊന്നും അവർ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഒഴിഞ്ഞു മാറി പലപ്പോഴും നമ്മൾ ആ ക്യാമറ അവരെ ഫോക്കസ് ചെയ്യുമ്പോൾ കാണുന്ന അവർ മാറി എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ ഒരു വ്യൂവറായിട്ട് അവിടെ ഇരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതെന്തോ ഒരു അവർക്കുള്ളൊരു മൈനസായിട്ടാണ് തോന്നുന്നത്. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർക്ക് അധികമൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മാക്സിമം കുറച്ച് നാളിങ്ങനെയൊക്കെ പോവും. വീക്കസ്റ്റ് കണ്ടസ്റ്റൻസ് 1 by 1 പോകുന്നതിൻ്റെ ഇടയിൽ അവർ ചിലപ്പോൾ ഒരു ലാസ്റ്റായിട്ടൊക്കെ പുറത്തേക്ക് പോകും, വീക്കസ്റ്റ് കണ്ടസ്റ്റൻസിൽ. അല്ലാതെ വേറെ വലിയൊരു ഭാവിയൊന്നും ഈ ബിന്നി സെബാസ്റ്റ്യനിൽ കാണുന്നില്ല. അഭിലാഷ്, ഇദ്ദേഹവും സീരിയൽ ആക്ടറാണെന്നാണ് പറയപ്പെടുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ഒരു സൈലൻറ്റ് പ്ലെയർ എന്ന് തോന്നും. പക്ഷേ ഇടയ്ക്ക് ഇയാൾ ബേസ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ഏറ്റവും കൂടുതൽ ഇയാൾ ബേസ്റ്റ് അയക്കുന്നത് അനീഷിൻ്റെ അടുത്താണ്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അനീഷിനോട് വളരെ വളരെ ഷൗട്ട് ചെയ്ത് നീ എന്നൊക്കെ വിളിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ഡെയർ ടാസ്കിലും ഇയാൾ കുറച്ച് ബേസ്റ്റായി. ഇയാളെ മത്സരത്തിന് വിട്ടില്ല എന്നുള്ള ആ ഒരു പരാതിയിലാണ് ഇയാൾ കിടന്ന് അത്രയും ഒച്ചയെടുത്തത്. അത് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ആൾ സൈലൻ്റാണ്. പിന്നെ പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി എല്ലാവരുടെ അടുത്തും പോയി അതായത് പുള്ളി തന്നെ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു, ഒരു ലിസണിങ് സ്കില്ലാണെന്നുള്ളത്. അതായത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിരിക്കുക എന്നുള്ളത്, അതും ഒരു സ്ട്രാറ്റജിയാണ്. കാരണം അവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു കൺസേൺ നമ്മൾ ഒരാളോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ അയാൾ അത് ശ്രദ്ധാപൂർവം കേൾക്കുകയാണെങ്കിൽ നമുക്ക് അയാളോടൊരു ഇഷ്ടം തോന്നും. അപ്പം അങ്ങനെ ഒരു ഇഷ്ടം ഇയാൾ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതുമാത്രം പോരാ, ഇയാൾക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം. പക്ഷെ ഇയാൾക്ക് അതിനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല. പലപ്പോഴും ബഹളത്തിൽ ഇയാളുടെ ഒച്ച മുങ്ങിപ്പോവും. പിന്നെ ഇനി വരുന്ന നാളുകളിൽ അങ്ങനെ ഇയാളുടെ പെർഫോമൻസ് ഒന്ന് കണ്ടറിയണം. എന്നിരുന്നാലും ഒരു വീക്കസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ മിഡിൽ എന്നുള്ള സ്റ്റേജിൽ നിൽക്കാം. കുറച്ച് ദൂരം മുന്നോട്ട് പോവും. ഷാനവാസ്, സീരിയൽ ആക്ടർ, രുദ്രൻ എന്ന ഒരു ക്യാരക്ടർ ആണ് അയാളെ അത്രയും പ്രശസ്തനാക്കിയത്. അപ്പോൾ ഇവിടെ ബിഗ് ബോസിൽ വന്നിട്ടും ഏതാണ്ട് ഒരു രുദ്രനായിട്ട് തന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്നൊരു കണ്ടസ്റ്റൻ്റായിട്ടാണ് തോന്നിയത്. എന്നിരുന്നാലും അയാൾക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട് പുറത്ത്. അകത്ത് അയാൾ ഒരു എത്തിക്സ് വിട്ട് കളിക്കില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ പുള്ളി തന്നെ എത്തിക്സ് വിട്ട് അനീഷിൻ്റെ അച്ഛനെ വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം വന്ന് മാപ്പൊക്കെ പറയുന്നുണ്ട്, സോറി പറയുന്നുണ്ട്. പക്ഷേ എത്തിക്സ് നോക്കുന്ന ഒരാളാണെങ്കിൽ ആ സോറി പറയേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കരുത്, എത്ര കൈവിട്ട് പോയാലും. പിന്നെ അനീഷ് ഇയാളെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അനീഷിന് പുറത്തുള്ള ഒരു സപ്പോർട്ട് ഇയാൾക്ക് എങ്ങനെയോ ഊഹിച്ചിട്ട് ഇയാളിപ്പോൾ അനീഷിനോട് ഒന്നും അങ്ങോട്ട് ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പോകുന്നില്ല. അത് അയാളുടെ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ ഈ 3 ആഴ്ച കണ്ടതിൽ വെച്ച് അത്ര കാര്യമായ ഒരു സ്റ്റഫൊന്നും ഇയാളുടെ നിന്ന് വന്നതായിട്ട് തോന്നണില്ല. എങ്കിലും ഇയാൾക്കുള്ള ഒരു സപ്പോർട്ട് വെച്ചിട്ട് ഇയാൾ ഫൈനൽ 5-ലെത്താൻ വളരെ ചാൻസ് ഉണ്ട്. ആര്യൻ വന്ന ഫസ്റ്റ് വീക്കിൽ ആൾ കിടിലനാണെന്ന് തോന്നി. പക്ഷേ സെക്കൻഡ് വീക്കിലും വലിയ കുഴപ്പമില്ലാതെ പോയി. അധികം സ്ക്രീൻ സ്പേസ് ഒന്നും കിട്ടിയില്ല, എങ്കിലും ആൾ കുഴപ്പമില്ല എന്ന് തോന്നി. പക്ഷെ തേർഡ് വീക്ക് വന്നപ്പോൾ ചീറ്റിപ്പോയി. കാരണം ആ തേർഡ് വീക്കിലുള്ള ഒരു ടാസ്ക് വന്നല്ലോ, ഈ ഡെയർ ടാസ്ക്. അതിൽ മുട്ടയടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾ ഉടനെ റിലീജിയസിനെ കയറി പിടിച്ചു. അവരുടെ റിലീജിയസ് പ്രശ്നമാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് അവസാനം മുട്ടയടിക്കാതെ ടാസ്ക് പൊളിഞ്ഞ് പുറത്ത് വന്നിട്ട് അനുമോളുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ പറയുന്നു, അത് 1000 പോയിൻറ്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഒരു 5000 പോയിൻറ്റ്സ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മുട്ടയടിക്കാൻ റെഡിയാണ്
എന്ന് പറഞ്ഞു. അപ്പോൾ റിലീജിയസ് അവിടെ പോയി. അപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അവിടെ തന്നെ വന്നു. ആളുടെ ആ ഒരു മാസ്ക് അവിടെ തന്നെ പൊളിഞ്ഞു. പിന്നെ മലയാളം കോൺവെർസേഷനിൽ അത്ര മിടുക്കനൊന്നുമല്ല. അപ്പോൾ അത് കാരണം ഓപ്പോസിറ്റുള്ള മത്സരാർത്ഥിയായിട്ടുള്ള ആർഗ്യുമെൻസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഉത്തരം മുട്ടുന്ന സമയത്ത് പൊടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുച്ഛഭാവത്തിൽ ഒരു നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അതും അയാൾക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഇതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ടാസ്കിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അതായത് ഫിസിക്കൽ ടാസ്കിലൊക്കെ. പക്ഷേ ഫിസിക്കൽ ടാസ്ക് കൊണ്ട് മാത്രം ഒരു വിന്നിങ് സ്റ്റേജിലേക്ക് എത്തണം എന്നില്ല. വിന്നിങ് സ്റ്റേജിലേക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ അവസാനത്തെ റൗണ്ടുകളിലുള്ള ഫിസിക്കൽ ടാസ്കുകളിൽ എത്തിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഫൈനൽ 5 എത്താം. പക്ഷെ അതുവരെ എത്തണം. അതിന് ഇപ്പോഴത്തെ ഈ ടാസ്കുകൾ മാത്രം പോരാ, കുറച്ച് ആർഗ്യുമെൻസിനുള്ള കഴിവും കൂടി വേണം. പിന്നെ എല്ലാ നമ്മുടെ പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന എന്തെങ്കിലും സ്റ്റഫുകളും കൂടി വേണം. അതൊക്കെ എടുക്കുകയാണെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ കയറിപ്പറ്റാം. അത് എത്രത്തോളം പോകുന്നു വരുന്ന വീക്സിൽ കണ്ടറിയാം. അനുമോൾ സ്റ്റാർ മാജിക്കിലെ ഒരു പ്രശസ്തിയും ജനങ്ങളുടെ ഇടയിലുള്ള ഒരു അക്സെപ്റ്റൻസും ഒക്കെ വച്ചിട്ടാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അവർക്ക് നല്ലൊരു ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അത് കാരണം ഏറ്റവും കൂടുതൽ വോട്ടുകൾ അവർക്ക് വരുന്നുമുണ്ട്. പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് അവരൊക്കെ ഒരു സ്ട്രാറ്റജി അവർ കൊണ്ടുവന്നത് ഈ കരച്ചിലാണ്. പക്ഷെ ആ കരച്ചിൽ എത്രമാത്രം സിമ്പതി ജനങ്ങൾ കുറേ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരാളോട് നമുക്ക് കുറേ കഴിയുമ്പോൾ ഒരു ഒരു ഇറിറ്റേഷൻ വരും. അതുകൊണ്ട് ഈ കരച്ചിൽ സ്ട്രാറ്റജി മാറ്റിയിട്ട് അവർ കുറച്ചും കൂടി ബോൾഡായിട്ട് നിൽക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഈ 3rd വീക്കിൽ അവർ അങ്ങനെ കിച്ചണിലേക്ക് വന്നതോടുകൂടി കുറച്ച് ബോൾഡായിട്ടുണ്ട്. കാരണം ഈ അക്ബറും അതുപോലെ ശരത്ത് അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു ആക്രമണങ്ങളെയൊക്കെ അവർ കുറച്ച് ബോൾഡായിട്ട് തന്നെ നേരിട്ടതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർക്കുള്ളൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആ ഒരു ഫേസിലെ ഒരു എക്സ്പ്രഷൻ, ആ ഒരു സ്മൈലിംഗ് ഫേസ് ഉണ്ട് അവർക്ക്. അതവർക്ക് നല്ലൊരു ഒരു പോസിറ്റീവാണ്. എന്തായിരുന്നാലും അവർ ഈ പുറത്തുള്ള വോട്ടുകൾ കാരണം അവർ ഉടനെയൊന്നും പോവില്ല. ഒരു ഫൈനൽ 5 എത്താൻ ഒരു 90% ചാൻസ് കാണുന്നുണ്ട്. നെവിൻ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ആകെ ഉള്ള ഒരു എൻ്റർടൈനറാണ്. ആൾ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇടയ്ക്ക് ചില മോഷണങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ 2 ആഴ്ച. അത് മോഹൻലാൽ വന്നിട്ട് വാൺ ചെയ്യുകയും ചെയ്തു. പക്ഷേ നമുക്ക് അത് ആ മോഷണങ്ങൾ കാണുമ്പോൾ അത്ര വലിയ ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം പുള്ളി ചെറിയ ചെറിയ സാധനങ്ങളാണ് മോഷ്ടിക്കുന്നത്. തക്കാളി അല്ലെങ്കിൽ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കി കഴിക്കുക. അതും പുള്ളി അത് എനിക്ക് മനസ്സിലായത് പുള്ളി അത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ വിശപ്പുണ്ടാകുമ്പോൾ അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റേഷനിങ് ആണല്ലോ. പക്ഷേ അൾട്ടിമേറ്റ്ലി നെവിനെ പറ്റി പറയുകയാണെങ്കിൽ നെവിൻ ഒരു എൻ്റർടൈനറാണ്. പിന്നെ പുള്ളിയുടെ സ്റ്റോറി പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കൊരു ഫെമിനൈൻ ക്യാരക്ടറോ അല്ലെങ്കിൽ ലുക്കുള്ളത് കൊണ്ട് ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എന്നൊക്കെ. പക്ഷെ അത് ഈ ബിഗ് ബോസ് ഹൗസിലും അങ്ങനെ ചില സമയത്ത് അങ്ങനെ തോന്നുമെങ്കിലും ഫുള്ളായിട്ടൊരു ഫെമിനൈൻ ലുക്കില്ല പുള്ളിക്ക്. പുള്ളിയുടെ സൗണ്ടാണെങ്കിലും നല്ലൊരു ബേസ് സൗണ്ടാണ്. പിന്നെ അത്യാവശ്യം മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് സംസാരിക്കുന്ന മലയാളത്തിൽ തന്നെയാണെങ്കിൽ അത്യാവശ്യം കോമഡിയും ചേർക്കുന്നുണ്ട്. അത് അൾട്ടിമേറ്റ്ലി നമുക്ക് കേൾക്കുമ്പോൾ അത് രസകരമായിട്ട് തോന്നുന്നുണ്ട്. മോഹൻലാൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും പുള്ളി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. പിന്നെ ആകെ മൊത്തം ഹൗസിൻ്റെ അകത്ത് എല്ലാവർക്കും അത്ര ഒരു ടാർഗറ്റ് ചെയ്യാത്തൊരു കണ്ടസ്റ്റൻ്റാണ് നെവിൻ എന്ന് തോന്നുന്നു. കാരണം പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനത്തെയാണ്. അതുകൊണ്ട് തന്നെ നെവിന് എനിക്ക് തോന്നുന്നത് പീപ്പിൾ സപ്പോർട്ടും അത്യാവശ്യം പുറത്തുണ്ടെന്ന് തോന്നുന്നു. കുറേ നാൾ പോകാൻ പറ്റും. ഫൈനൽ 5 എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ജിസേൽ തക്രൽ ഒരു എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണ്. ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് അവർക്ക് ഉണ്ട്.
പിന്നെ ബിഗ് ബോസ് ഈ മലയാളം ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് അവർ മലയാളം അത്ര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവർ ഉള്ള ആ സംസാരശേഷി വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അവരുടെ മലയാളവും ഇംഗ്ലീഷും ചേർന്നിട്ടുള്ള കോൺവെർസേഷൻസൊക്കെ കേൾക്കാനും നല്ലൊരു ഇമ്പമുണ്ട്, ഒരു രസമുണ്ട്. കാരണം അവർ പറയുന്നതിലൊക്കെ മാക്സിമം പോയിൻറ്റ്സ് ഉണ്ട്, നല്ല പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ അവർക്ക് വേറൊരു ഒരു മൈനസ് ആണോ എന്നറിയില്ല, എങ്കിലും എനിക്ക് തോന്നിയത് അവർക്ക് ആ ഒരു സെയിം വൈബ് ഉള്ളവരോട് മാത്രമാണ് കൂടുതൽ ഒരു ഇൻറ്റിമസി തോന്നുന്നത്. അതായത് എക്സാമ്പിൾ ആര്യൻ, നവീൻ, അതുപോലെ അക്ബറിനോട് അത്രയില്ലെങ്കിലും അക്ബറിന് ഇങ്ങോട്ടാണ് കൂടുതലുള്ളത്. ഈ ആര്യൻ, നവീൻ, അതുപോലെ ഒനീൽ, ഇവരുമൊക്കെ ആയിട്ടൊരു വൈബ് അവർക്കുണ്ട്. അത് കാരണം അവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അവരുടെ സംഭാഷണങ്ങളൊക്കെ വളരെ രസകരമാണ്. അവരുടെ മൂമെൻറ്റ്സ് മീൻസ് ബിഗ് ബോസിൻ്റെ അകത്തുള്ള അവരുടെ സ്ട്രാറ്റജീസും എല്ലാം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഭാവി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ദൂരം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അഡ്വക്കേറ്റ് ശൈത്യ ഫസ്റ്റ് വീക്കിൽ തന്നെ ഡേഞ്ചർ സോണിൽ വന്നു, പുറത്ത് പോകുമെന്ന് വിചാരിച്ചു. സെക്കൻഡ് വീക്കിലും അതുപോലെ തന്നെ ഡേഞ്ചർ സോണിൽ വന്നു, പുറത്ത് പോകുന്നതെന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇപ്പോൾ തേർഡ് വീക്കിലും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അവർക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. കാരണം അവരവരുടെ അഡ്വക്കേറ്റാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വളരെ സ്പീഡിലൊക്കെ ആർഗ്യുമെൻറ്റ്സിലൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഒരു ടാസ്കിൽ അവർ വളരെ നന്നായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർക്ക് ആകെയുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ ആരുടെയെങ്കിലും ഒരു ഷെയ്ഡിലായി പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കുറേ നാൾ അനുമോളിൻ്റെ ഷെയ്ഡിൽ നിന്നു. അനുമോളിൻ്റെ പുറത്തുള്ള ഒരു ജനപ്രീതി മുതലാക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അനുമോളിൻ്റെ കൂടെ നിന്നത്. പക്ഷെ അതുപോലെ ഒരു ഇൻഡിവിജ്വാലിറ്റി വേണം. അപ്പം അങ്ങനെ അവർ ചെയ്തു പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇന്നത്തെ ഒരു ഫൈനൽ എവിക്ഷൻ റിസൾട്ട് കണ്ടാലേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇന്ന് അവർ രക്ഷപ്പെടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർക്ക് കുറച്ച് നാൾ ഇനിയും കൂടി സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരൊന്നും കൂടി ഒന്ന് ഇമ്പ്രൂവൈസ് ചെയ്താൽ മതി, അവരുടെ സ്ട്രാറ്റജിയും അവരുടെ മൂവ്മെൻറ്റ്സും ഒക്കെ. റേന ഫാത്തിമ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻറ്റ്, 19 വയസ്സെന്നാണ് പറയുന്നത്. സോഷ്യൽ ഇൻഫ്ലുവൻസറായിട്ടാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസിൽ. പ്രായം കുറവ് ഉള്ള പോലെ തന്നെ അവരുടെ പെരുമാറ്റത്തിലും ആ പക്വതയില്ലായ്മ ശരിക്കും കാണാം. പിന്നെ കഴിഞ്ഞ കാല ബിഗ് ബോസ് സീസണിലെ ചില മത്സരാർത്ഥികൾ കാണിക്കുന്ന സ്ട്രാറ്റജിയാണ് ഇവിടെ ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ജസ്റ്റ് പോയിട്ട് അവർക്ക് ടാർഗറ്റ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ അവരെന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുമ്പോൾ ഉടനെ മുഖത്ത് ഫേഷ്യലായിട്ട് ചില എക്സ്പ്രഷൻസ് കാണിക്കുക, ചിരിക്കുക, തുള്ളുക, അങ്ങനെയൊക്കെയുള്ളൊരു സ്ട്രാറ്റജി. അത് പഴകി തുരുമ്പിച്ച ഒരു സ്ട്രാറ്റജിയാണ്. അത് പഴയ ബിഗ് ബോസുകൾ കണ്ടിട്ട് അതിൽ നിന്ന് കോപ്പി ചെയ്ത് വേസ്റ്റ് ചെയ്യാണ് ഇവിടെ വന്നിട്ട്. പക്ഷെ അത് എത്രമാത്രം വർക്കൗട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ആർഗ്യുമെൻറ്റ്സിലൊക്കെ നന്നായിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അത് ഒരു ടോട്ടാലിറ്റിക്ക് അവരുടെ മുന്നോട്ട് പോക്കിനെ എത്രമാത്രം സഹായിക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എങ്കിലും കുറച്ച് നാൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നാളിങ്ങനെ ഉന്തിയും തള്ളിയൊക്കെ പോകും. പക്ഷേ ഒരു ഫൈനൽ 5 എത്താനുള്ള ഒരു സ്റ്റെപ്പൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ശാരിക KB ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂസിലൂടെ വളരെ പ്രശസ്തയായി. അത് നന്നായിട്ട് കൈകാര്യം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് അവർ ബിഗ് ബോസിൽ വന്നത്. പക്ഷേ ബിഗ് ബോസിൽ വന്നപ്പോൾ അവർക്ക് പറ്റിയ ഒരു ലാപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ഇടിച്ചു കയറി നിന്ന് ആർഗ്യുമെൻറ്റ്സ് നടത്താനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല.
അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരങ്ങളിലെല്ലാം അവർ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവും ആ ശബ്ദത്തിൻ്റെ ഒരു ബോൾഡ്നെസ്സും എല്ലാം അവർക്ക് നല്ലൊരു പോസിറ്റീവ് ഇതാണ് ഉള്ളത് ബിഗ് ബോസിൽ നിൽക്കാൻ. പക്ഷെ പുറത്തുള്ളവരുടെ ഒരു സപ്പോർട്ടും കൂടി അവർക്ക് കിട്ടുകയാണെങ്കിൽ ഇനിയും അവർക്ക് കുറേ മുന്നോട്ട് പോകാൻ സാധിക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ അവർ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റിയൊരു കണ്ടസ്റ്റൻ്റാണ് എന്നാണ് തോന്നുന്നത്. കലാഭവൻ സരിക കലാഭവൻ്റെ കെയർ ഓഫിൽ വന്ന പോലെയാണ് തോന്നിയത്. ഉള്ള കണ്ടസ്റ്റൻസിൽ വെച്ച് ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്ന ഏറ്റവും വീക്കസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് തോന്നും. കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ ഒഴുക്കിനൊത്തി നീന്താമെന്നും പറഞ്ഞ് നടക്കുന്ന പോലെ തോന്നും. പിന്നെ അവർ നിലനിൽപ്പിന് വേണ്ടി മൂന്നാല് പേരെ അവിടെ മൂന്നാല് പേര് ചേർന്ന ഒരു ഗ്രൂപ്പിൽ പതിയെ കയറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ശാരിക നടത്തിയപ്പോൾ അതിൽ വന്ന പരാമർശം മോശമായി പോയി, അത് ഉറപ്പാണ്. എങ്കിലും അത് വെച്ചിട്ടൊന്ന് മാക്സിമം ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. എന്നായിരുന്നാലും അവരുടെ കയ്യിൽ കാര്യമായ സ്റ്റഫുകളൊന്നുമില്ല. ബിഗ് ബോസിന് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് അല്ല എന്ന് തോന്നും. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം.